നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുസീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നമുക്ക് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന റൗണ്ട് കട്ട്സ് ആണ്. ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒരു 4 മണി പലഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി ഞാനിവിടെ 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൈദയും ആട്ടയും കൂടി മിക്സ് ചെയ്ത പൗഡറാണ്. അതോടൊപ്പം തന്നെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, അല്പം ഉപ്പ്, പിന്നീട് അല്പം ഏലക്കപ്പൊടി. ഇത് പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. സോഡാപ്പൊടി, വെള്ളം, പിന്നീട് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഇത് നമുക്ക് ആദ്യമായി ഈ മാവ് കുഴയ്ക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പഞ്ചസാര പാനിയാക്കേണ്ടതും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം. അതായത് നന്നായി കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് സോഡാപ്പൊടി ഇടുക. അതിനുശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഇത് കുഴച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുമ്പോൾ അല്പം ഓയിൽ കൂടി ചേർത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് പരത്തി ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഇത്രയും ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ ആ മാവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റോളാക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കണം. പരത്തുന്നതിനുള്ള അതിലൽപ്പം പൊടി ഇടുക. അതിനുശേഷം ഈ മാവ് വെച്ച് നമുക്ക് ഒരു ചപ്പാത്തി വലുപ്പത്തിൽ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഞാനിവിടെ ഇതുപോലെ കുറേ ഷേപ്പ് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിലേക്കായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടാവാൻ അനുവദിക്കുക. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മുൻപ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഒന്നൊന്നായി നമുക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ തീ ആദ്യം കൂട്ടിയിടുക. അതിനുശേഷം എണ്ണ നന്നായി തിളച്ചൊക്കെ വരുമ്പോൾ തീ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഏകദേശം നല്ല മുരിഞ്ഞു വരുമ്പോൾ മാത്രമേ എണ്ണയിൽ നിന്ന് എടുക്കാവൂ. ഇപ്പോൾ നമ്മുടെ ഈ പീസുകൾ ഏകദേശം നല്ല ബ്രൗൺ നിറത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇത് സിമ്മിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം അടുപ്പിൽ നിന്ന് എടുക്കേണ്ട പരുവമായി. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ പീസുകളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിലേക്കായി 1 കപ്പ് പഞ്ചസാര ഞാനവിടെ മുൻപ് കാണിച്ചായിരുന്നു. ആ 1 കപ്പ് പഞ്ചസാര എടുത്തു. അതോടൊപ്പം തന്നെ ഈ കപ്പിന്
ഏകദേശം ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന പരുവം വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നല്ല തീയിൽ വെച്ച് കൊടുക്കാം. പഞ്ചസാര അരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തീ കുറച്ച് വെച്ച് നമുക്കിത് പാനിപ്പരുവത്തിലാക്കിയെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് ഒരു നൂൽപ്പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കട്ടിയായി പോവും ശരിക്ക്. നമുക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ്, ഷുഗർ സിറപ്പ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പാൽപമായി നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലൊഴിച്ച് ഇളക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് എല്ലാം കൂടി ഒഴിക്കേണ്ട, നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇത് അല്പനേരം തണുത്ത് സെറ്റാവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.